സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിനകത്ത് നമ്മൾ കണ്ട് കളിച്ചൊരു ഗെയിമാണ് ഗ്രാനി 3. അത് നമ്മൾ വീണ്ടും കളിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇന്ന് കൊല്ലുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ നമ്മളെ കൊല്ലുമെന്ന് ഉറപ്പുള്ള നമ്മൾ പറഞ്ഞു വന്നത് എന്തായാലും നമ്മൾക്ക് ഈ ഗെയിം ഒന്ന് കളിച്ച് നോക്കണം. നമ്മൾ പേടിച്ച് തൂറിച്ചാകും ഗൈസ്. ഇന്ന് പേടിച്ച് തൂറും. നമുക്ക് പോലെ ഈസി എടുക്കാം ഗൈസ്. ഈസി ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ഫാൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഇതാണ് ഫാൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാൻ. നമുക്ക് ഈസി എടുത്തിട്ട് വേണം കളിക്കാൻ. നമ്മൾ റോബോട്ടിൻ്റെ ഒരു ശബ്ദം പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും വേറെ വ്യത്യാസമൊന്നുമില്ലാത്ത കാര്യം. ഗ്രാൻഡ് പേ ഒന്നും വേണ്ട ഗൈസ്. ഗ്രാൻഡ് പേ എന്തിനു കൊള്ളടാ? തനിക്കൊന്ന് വേണ്ട. ഈസി 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 വാ ഈസി ഈസി ആവലാശി ഈസി 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 വരുമ്പോൾ ഗ്രാൻഡ് പേ ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. അതാണ് ഗൈസ് നമുക്ക് ഇതിനകത്ത് പറയുന്നത്. പ്രശ്നമില്ല, നമുക്ക് കളിക്ക് കിടക്കാം. റെഡാക്കിയാലോ ഗൈസ്? ഇവിടുത്തെ മൊത്തം റെഡാക്കി നോക്കാം. അയ്യോ വേണ്ട. എലി ദേ ഗൈസ്, എലിയെ കൊണ്ടുപോയി ഗെയിമിൽ. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ പേരിന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേരിനനുസരിച്ച് ഞാൻ എല്ലാവരുടെ ലിസ്റ്റ് എഴുതിയെടുത്തിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത ഷോർട്സിലായിരിക്കും അത് പറയുക. എന്നോടൊന്ന് ചോദിച്ചായിരുന്നു, ചോദിച്ചായിരുന്നു ഇത് ഗ്രാനി വീണ്ടും കളിക്കുമോ? അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഉദാഹരണം ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. അയാൾക്ക് ഞാൻ വളരെ നന്ദി കൊടുത്തു. കൈ അടിക്കുന്നു. അയാൾ വളരെ ഒരു നല്ല വ്യക്തിയാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. നമ്മളുടെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുന്ന എല്ലാവരും നല്ലതാണ്. അത്രേ ഉള്ളൂ. ഒന്നും പറയില്ല, നമുക്ക് കളിയിൽ തന്നെ വരാം. ഒരു ക്ലിയർനെസ് ഉള്ള ഒരു ജയിലിലാണ് നമുക്ക് വന്നേക്കുന്നത്. ഗ്രാനി മൊത്തത്തിൽ ജയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പണിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ ജെ എന്ന വ്യക്തിയാണ്. അയാൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം. അതാണ് പ്രേക്ഷകരുടെ ഒരു വ്യക്തിത്വം. നമ്മുടെ ആദ്യം ഇട്ട വീഡിയോസ് നിങ്ങൾ കൂടുതൽ പേര് കണ്ടത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കയ്യടി തരുന്നു. നിങ്ങൾ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിച്ചത് കൊണ്ട് തന്നെ നമുക്ക് നിങ്ങളോട് എനിക്കൊരു ബഹുമാനം ഉണ്ടായിരിക്കും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് ഒരു ഗെയിം നിങ്ങൾ പറയണം. ഈ വീഡിയോക്കകത്തല്ല, നമ്മൾ ആദ്യമായിട്ടൊരു കമൻ്റ് ഉണ്ടല്ലോ, ആ വീഡിയോക്കകത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. ക്ഷമിക്കണം, ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിന് ക്ഷമിക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടി. പക്ഷേ ഒരു കാര്യമുണ്ട്, സമയം കിട്ടാത്തതൊന്നുമല്ല നമ്മൾ വീഡിയോ ഇടാതെ. ഇവിടെ നമുക്കൊന്നും മൈക്കില്ല. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൈക്കൊക്കെ എടുത്തിട്ട് നല്ല അടിപൊളി കളിക്കാം. നമ്മൾ അടിപൊളിയായിട്ട് കളിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഗ്രാനിത്തള്ള വരും, നമുക്ക് പെട്ടെന്ന് പോവാം. അതിന് മുമ്പേ ഗ്രാനിത്തള്ള വണ്ട് നമ്മൾ ശബ്ദം കേട്ടു, പക്ഷെ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നോക്കട്ടെ, ഇവിടെ വരണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ പോവും. ബാ ഇതന്നെ വരണ്ടല്ലോ ഗൈസ്. വന്നിട്ടില്ല കേട്ടോ ഇത്ര നേരമായിട്ടും. വരുമോ ഇന്നും കാലം? വരണ്ടെന്ന് തോന്നുന്നു. വരേണ്ടത് തോന്നുന്നു. വന്നില്ല. എന്താ ഗൈസ്, എന്ത് പണിയാന്ന് നോക്കുക ഗൈസ്. പണി ഒന്നുമില്ല. നമ്മൾ ഒന്ന് ചെറുതായിട്ട് സ്റ്റക്കായി പോയി. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇതേ പ്രശ്നമുള്ളൂ. നിങ്ങൾ ഗ്രാനി പോണു തള്ളച്ച് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഇത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ മൂടി എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പം തന്നെ ഞങ്ങളെ ഓടി രക്ഷപ്പെടാൻ നോക്കിയതാണ് ഗൈസ്. പണി കേട്ടി തള്ള അത് തുറന്നു നോക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളെ ആരെങ്കിലും അവിടെ ഒടിച്ചിരിക്കണമെന്ന് നോക്കാൻ വേണ്ടിയാണ് തള്ള അത് തുറന്നേക്കണം. നമ്മൾ ഈ മുകളിലേക്ക് പോകണം. അതാണ് നമ്മുടെ പരിപാടി. ഇന്നത്തെ പരിപാടി. അപ്പം മുകളിൽ പോകണം. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടാം ഗൈസ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടിയിട്ട് വേണം അടുത്ത കാര്യം ചെയ്യാൻ. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടാം. ഇതെന്താണ് ഗൈസ്? നമുക്കൊന്ന് ഗ്രാനിത്തള്ളനെ ഒന്ന് പിടിച്ച് നോക്കിയാലോ. നമ്മുടെ ഈ മുതലക്കുളത്തൊന്നും ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. അത് പാടി തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ മുതലക്കുളത്ത് അറിയാണ്ട് പോയി ചാടിയതാണ്. പക്ഷെ ഇന്ന് ചാടില്ല ഗൈസ്. നമുക്ക് ഒന്നും കാണാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ ഗ്രാനി വണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു ക്ലിയർനെസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അവിടെ ക്ലിയർനെസ് ഉണ്ടായിരിക്കും. എനിക്കിവിടെ ക്ലാരിറ്റി ഒന്നും തോന്നിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും നോക്കേണ്ടതാണ് ഗൈസ്. എനിക്കിവിടെ ക്ലാരിറ്റി ഒട്ടും ഇല്ല. അതുകൊണ്ട് വീടിന് മുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്നാണ് എൻ്റെ സംശയം കേട്ടോ. വീടിന് മുകളിൽ ഗ്രാനി വരാത്തതിൻ്റെ ഗൈസ്. ഗ്രാനിക്ക് സ്റ്റെയർ കേസ് കയറി വരാം. എന്നിട്ട് ഈ സ്റ്റെപ്പ് മാത്രം കയറി വരാത്തതിൻ്റെ ഗൈസ്. അത് ഭയങ്കര ഒരു ഘട്ടമാണ്. നമുക്ക് ഈ വണ്ടിയുടെ പുറകിൽ വല്ലതും ഉണ്ടോ?
തുറന്നു നോക്കണോ? തുറന്നു നോക്കിക്കാം, ചുമ്മാ തുറന്നു നോക്കിയാൽ സുഖം, ഒരു സുഖം, ഒരു സുഖം, മനസുഖം. ഒന്നുമില്ല. ഉമ്പി പൊക്ക 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 നമുക്ക് ഗെയിം തെറാപ്പിസ്റ്റിനെ പോലെയൊക്കെ ആവണ്ടേ? അപ്പോൾ നിങ്ങൾ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്ന് സപ്പോർട്ടൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഞാൻ നന്ദിയൊക്കെ തരാം. നന്ദി. അയ്യോ ഇതേ വന്ന് ബാടി നമ്മൾ മോലക്കൊളുത്തി ചാടൂടി. നീ ആരടി? നീ വാടി. അയ്യോ മോലക്കൊളുത്തി വന്നിട്ട് കടിച്ച്. അയ്യോ ഷീറ്റ്, എന്തിൻ്റെ കേടായിരുന്നു? എന്തോ പണ്ടാരടങ്ങാൻ എന്തോ പറഞ്ഞപ്പോൾ നമ്മളോടാരോ എന്തോ ദേഷ്യം പിടിച്ചിട്ട് നമ്മളെ കൊല്ലാൻ തന്നെ പോലെ കേട്ടോ കേസ് ഗ്രാനി. എന്ത് പറഞ്ഞാലും പുറകെ തന്നെ നടക്കണം, വള്ളി പിടിച്ച് നടക്കണം. വെറും ഒരു ഊച്ചാളി തള്ള, അത്രേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ട് തീർക്കാണ്ട് ഈ വീഡിയോ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ സാധ്യത കൂടുതൽ. വീണ്ടും ജയിലിലെത്തി നമ്മളൊന്നും നോക്കൂല, നമ്മളെ പോടാ ഓടിപ്പോടാ. നമുക്കത് തുറന്നിട്ടോണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല, പേടിക്കുന്നില്ല. ഓട് ഗായ്സ്, എൻ്റെ ശബ്ദം ഒരു 10,000 ഫോണിൽ നിന്ന് വെച്ച് കേട്ടാൽ പോലും ഒരേതായിട്ടേ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ പിള്ളേരുടെ ശബ്ദം ഇത്രേ ഉള്ളൂ. നമുക്ക് കോക്കനട്ട് ബോൾ കിട്ടുവാണെങ്കിൽ നല്ലതാട്ടോ ഗൈസ്. കോക്കനട്ട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. എന്താണെന്ന് അറിയുമ്പോൾ നമുക്ക് തിരിച്ചൊന്ന് പോയി നോക്കിയാലോ. ഒന്ന് വാലടച്ചിട്ട് വരാം ഗൈസ്. പോയി നോക്കിയിട്ട് വരാം, വാലടച്ചിട്ട് വരാം. ചെറിയ പേടിക്കുണ്ട്, എന്നാലും നമുക്കൊന്ന് വാലടക്കണമല്ലോ. വാലടച്ചിട്ടൊക്കെ വരാം. അതിന് പറഞ്ഞിട്ടില്ല ഗൈസ്. നമുക്കൊന്ന് തിരിഞ്ഞ് കാണുന്നത് വേണം ചെയ്യാനെല്ലാം. ഒന്നും പറയില്ല, നമ്മൾ ഗ്രാനിനെ വെയിറ്റ് ചെയ്തിട്ട് കുറേ നേരം ഗൈസ്. ഒരു ഗ്രാനിയും വന്നിട്ടില്ല, ഒരു തേങ്ങാക്കൊലയും വന്നിട്ടില്ല. എന്തിൻ്റെയൊക്കെയാണ് ഈ തള്ളയ്ക്ക്? ഒന്ന് വന്നിട്ട് തള്ളയൊന്ന് ഞങ്ങൾക്കൊന്ന് കാണണം. നിങ്ങൾ കണ്ടില്ലേ, ഒരു സമാധാനം കിട്ടില്ല. എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കണ്ടേ? സബ്സ്ക്രൈബേഴ്സ് അല്ല, നിങ്ങൾ കാണുന്നവരെല്ലാവരും എനിക്ക് കാണിക്കണം. സബ്സ്ക്രൈബേഴ്സിനും കാണിക്കണം, എല്ലാവരും കാണിക്കണം. ഇത്രയുള്ളൂ. ഓക്കെ, നമുക്ക് തിരിച്ച് പോയാലോ? തിരിച്ച് നമ്മൾ വന്ന വഴിക്ക് തന്നെ പോയാലോ എന്ന് ഞാൻ കരുതുന്നുണ്ട്. കരുതി വെച്ചോ നീയും ഒരു മുറി. നമ്മൾ ഇന്ന് ട്രെയിൻ എസ്കേപ്പ് നടത്തും, ഉറപ്പ്. ആരും വിശ്വസിക്കണ്ട. തള്ളു, വെറും തള്ളു. ചുമ്മാ വിശ്വസിക്കണ്ടെന്നേ, ചുമ്മാ ഒന്ന് പറഞ്ഞു ഒരു സമയം കിട്ടിയപ്പോൾ തള്ളിയെന്നുള്ളൂ. ഇതേ കോക്കനട്ട് നമുക്കത് തിരിച്ചു വരുമ്പോൾ എടുക്കാം ഗൈസ്. ആരെങ്കിലും ഉണ്ടോ ചേച്ചിമാരെ? ആരെങ്കിലും വരല്ലേ. കോക്കനട്ട് ബോൾ ഇട്ടോ ഗൈസ്, കോക്കനട്ട് ബോൾ. ബെല്ലടിക്കാൻ തുടങ്ങുന്നുണ്ട്. ബെല്ലടിച്ചു ഓടിക്കോ. എലിയൊന്നുമല്ല ഗൈസ്, ഞാൻ ഗൈസ്. നമുക്ക് ഈ കോക്കനട്ട് ബോളിൽ ഈ നിലത്തിട്ടാലോ? അപ്പോൾ ഗ്രാനി ഇങ്ങോട്ട് വരുമല്ലോ. എങ്ങനെയുണ്ട് ഐഡിയ? അയ്യോ പോലെ അയ്യോ സോറി. അയ്യോ ഭാഗ്യട്ടോ ഗൈസ്, പോയിട്ടോ. പെട്ടെന്ന് പിടിച്ചില്ലായിരുന്നു. ഇപ്പോൾ പോയേനേട്ടാ. നീ എന്താ തേങ്ങയാടായി പറയണേ? ഒന്നുമില്ല, ഒരു തേങ്ങയല്ല. ഈ ഇരിക്കുന്ന തേങ്ങ തന്നെ. ഞാൻ തേങ്ങ വിട്ടറിയും വേണേ ഭാഗത്തുള്ളേ. ഒന്നും കൂടെ ശബ്ദം ഉണ്ടാക്കിയല്ലോ. വേണോ ഗൈസ്? വരൂ, ഇപ്പം കഴിയും വരും തോന്നുന്നു. അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ ഈ വന്നല്ലോ കറുത്ത കൈയും കാണിച്ചോണ്ട് പോകാതുള്ളതെന്ന്. ഞങ്ങളവിടെ നിങ്ങളെപ്പോലെ പൊട്ടിയൊന്നുമല്ല. കണ്ട് പോയത് കണ്ടോ? ഒന്നും കൂടി ഇട്ടാലോ? ഒരു സുഖം. തള്ളേനെയും കൂടെ വിളിച്ചെടുത്തിട്ട് തിരിച്ചുവിടാലോ. പണ്ടാര ഗൈസ്, വായിക്കാത്തൊന്നും കിട്ടുന്നില്ല. എന്ത് പറയാനാ? ഒന്നുമില്ല. പോലെ വന്നു. എന്ത് സ്പീഡാന്ന് നോക്ക്. ഒരു സെക്കൻഡിനടുത്ത് വന്നു കേട്ടോ. എന്താലേ, നമുക്ക് അപ്പുറത്ത് ഇട്ട് നോക്കിയാലോ? ഗ്രാനി അല്ല, നമുക്ക് ഇവിടെ തന്നെ ഒന്നുകൂടി ഇട്ട് നോക്കാം. ഗ്രാനി വാടാ ഗ്രാനി. ആളോ പോയി പാന്തുപോയി. പന്തല്ല കോക്കനട്ട് പോയി. പോയില്ല. അന്നോ അസ്സലാമു അലൈക്കും. ബാ കയറിക്ക്, ഞാൻ ചായയൊക്കെ തരാം. ഇങ്ങോട്ട് വന്നോളം വിളിക്കണേന് മുന്നേ
അയ്യോ ചോ യറുപ റബ്ബീ എന്തിൻ്റെ കേടായിരുന്നു എന്തോ ആ സാധനം ഇപ്പോൾ അവിടെയും പോയി കിടന്നു. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കോക്കനട്ട് ആയിരുന്നു, അത് ആകെ ഉണ്ടായിരുന്നായിരുന്നു, അത് അവിടെ പോയി കിടന്നു. ഇനി എന്ത് ചെയ്യാനാണ്? ഈ പ്രാന്തൻ്റെ അടുത്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കണം കഴിച്ചു. എന്താണെന്ന് വെച്ചാൽ ആ ഗ്രാനി അതിനകത്ത് പോയിട്ടുണ്ടാവും. ഇവിടെ ഉണ്ട് ഇല്ലല്ലോ. ഇല്ല, ശബ്ദം ഉണ്ടാക്കിയിട്ടും ഗ്രാനി കണ്ടില്ല. ഗ്രാൻഡ്പയ്ക്ക് ചെവി കേൾക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഗ്രാൻഡ്പ എന്തായാലും വരില്ല. ഗ്രാൻഡ്പയ്ക്ക് ഫോണിൽ അതിൻ്റെ തോക്കിനകത്ത് മെസ്സേജ് കിട്ടും. അങ്ങനെ മാത്രമേ ഗ്രാൻഡ്പ വരുള്ളൂ കേട്ടോ. അങ്ങനെ ഗ്രാൻഡ്പ ഈ കളിയിൽ നമ്മൾ ഗ്രാൻഡ്പേനെ ഔട്ടാക്കി വിട്ടായിരുന്നു. ഗ്രാൻഡ്പ അപ്പോൾ വരുമോ അവിടെ? നമ്മൾ അറിയാണ്ട് അവിടെ ഇട്ടു. ശേ ഈ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് നമ്മുടെ 5K ആണ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ്. എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നന്ദിയാവും. നന്ദി. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ജെ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയ്യോ ഇതേ വണ്ട് വരുമോ? നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം ഗൈസ്. അവിടെ ഉണ്ടാവും. ഇത് വരാത്തന്നെ ഗൈസ്. ആ കറുത്ത കൈയും കാണിച്ച് ഒരു ജുബ്ബയിട്ട വവ്വാലും വന്നിട്ട് നമുക്ക് അതിന് പേരിടാം കേട്ടോ ഗൈസ്. ഗ്രാനിക്ക് നമ്മളൊരു പേര് ഓൾറെഡി ഇട്ടായിരുന്നു. ട്രാപ്പിട്ടിട്ട് പോയേക്കണോ? ഗ്രാനി തള്ളേ, നിങ്ങൾ ആരാ? ഞങ്ങൾ പെടൂന്ന് കരുതിയോ? നീയൊക്കെ ആരാടി? ഇതിന് ഗ്രാനി പെടാത്ത പണ്ടാരം പണ്ടാരം. ആ തേങ്ങയും പോയിട്ടുണ്ട്. എന്തായാലും പണി കിട്ടി ഗൈസ്, അതേ പറയാനുള്ളൂ. വെറുതെ സൂക്കേട് എടുത്തിട്ട് കാണിച്ച് വെച്ച പരിപാടി ആയതുകൊണ്ട് ഗ്രാനിയുടെ മേത്ത് എന്തെങ്കിലും കൊള്ളിച്ചാലോ? അല്ല ഗ്രാനിയല്ല ആ ജുബ്ബയിട്ട വവ്വാല് പൊക്കോ. നിങ്ങൾ വരണ്ട. ജുബ്ബയിട്ട വവ്വാല് വന്നോളൂ. ഹലാല് ഇപ്പം തന്നെ വരും. നമുക്ക് പെട്ടെന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം ഗൈസ്. ആ എന്താണോ എന്തോ. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം ഗൈസ്. എൻ്റെ ഇവിടെ ഇപ്പം ക്ലിയർനെസ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. ഗ്രാനി നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഗ്രാനി നമ്മൾ നാളെ സദ്യ ഉണ്ടാകാൻ വന്നേക്കാട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും എടുത്തേ പറ്റുമോ കോക്കനട്ട്? നമ്മൾ വീണ്ടും എടുത്തിട്ട് ആരെങ്കിലും വണ്ടോ നോക്കാം. പേടിക്കേണ്ട ഒരു കാര്യം ഇതിൽ നടക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്നേക്കുക. ഇതിപ്പോൾ പോകാൻ നോക്കാം. ഗ്രാനി വേണ്ടോ? ഇതേ ട്രാപ്പ് എടുത്തിട്ടുണ്ട്. ഇതെന്നാ ഇത് തോക്ക് മാത്രമായിട്ട് വന്നേക്കണു ഗൈസ്. എൻ്റെ പൊന്നോ, ഇതെന്നാ ഗ്രാൻഡ്പേണോ? ഗ്രാനി പോണു. ഇതെങ്ങനെ ഗൈസ്? അല്ലോ പൊടച്ചോനെ ഹലാല്. എൻ്റെ പൊന്നോ, ഗ്രാൻഡ്പ വന്നു ഗൈസ്. എന്തോ അല്ലേ ഗൈസ്, നമ്മൾ ഗ്രാൻഡ്പേനെ ഓഫ് ആക്കിയായിരുന്നു, പക്ഷേ ഇങ്ങനെ വന്നു എന്ന് പറയാൻ വളർത്തിട്ടോ. നിങ്ങൾ ആരും പേടിക്കണ്ട ഗൈസ്, നമ്മൾ എഡിറ്റ് ചെയ്ത് കയറ്റിയിടതാണ്. നിങ്ങൾ ആരും വിചാരിക്കില്ല നമുക്ക് എഡിറ്റ് ചെയ്യാമെന്ന് പറയാൻ വളർത്തുണ്ട്. പ്രശ്നമില്ല. വന്ന് പൊടി നമ്മൾ അവിടെ ദൂരത്ത് പോയോ? അത് എങ്ങനെ പോയി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടോ പേടി? അപ്പം നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിച്ചാലോ എന്ന് നമ്മൾ കരുതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമയം കൂടുതലായിപ്പോയി. അടുത്ത വീഡിയോ വിടുമ്പോൾ നിങ്ങളുടെ പേരെല്ലാം കമൻറ്റ് ചെയ്ത് വെച്ചോളാം. ഒരു ഷോർട്സിൽ ഞാൻ അതിപ്പോൾ എല്ലാവരുടെയും പേര് വിളിക്കും. പക്ഷേ 2 ഷോർട്സായിട്ട് ഇടുമെന്ന് മാത്രമേ ഉള്ളൂ. 2 മിനിറ്റിൻ്റെ ഷോർട്ടായിരിക്കും. അത് ഫുള്ളും കാണാൻ നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഞാൻ പറയും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാൻ വരെ ബൈ.